സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഫോർ ദ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന സബ്ജക്റ്റ് നിങ്ങളുടെ 5th സെമ്മിൻ്റെയാണ്. അപ്പോൾ നിങ്ങളുടെ എക്സാം ഇപ്പോൾ 19th സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് കുറച്ച് ടൈമേ ഉള്ളൂ. എക്സാം ഇൻ ബിറ്റ്വീൻ ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ യു ക്യാൻ വാച്ച് ദിസ്. ആൻഡ് ഇതിൽ നമ്മൾ മെയിൻലി വലിയ ക്വസ്റ്റ്യൻസ് ഇല്ലേ, 2 മാർക്സ് ക്വസ്റ്റിനേക്കാളും നിങ്ങളുടെ 15 മാർക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 2 മാർക്സ് എന്ന് ചോദിച്ചാലും അത് എഴുതാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിനെ പറ്റി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫുൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്, ഫസ്റ്റ് മൊഡ്യൂൾ മാത്രമായിട്ട്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ യു വോണ്ട് ടു ജസ്റ്റ് വാച്ച് ദ പ്രീവിയസ് വീഡിയോസ്. ആൻഡ് IR പോലെ തന്നെ ബാക്കി സബ്ജക്റ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ OP ആണെങ്കിലും ദെൻ IPR, ദെൻ എൻവയോൺമെൻറ്റ് സയൻസ് ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടു നോക്കുക. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ ഹറി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു 15 മാർക്സിനും അതേപോലെ 8 മാർക്സിനും ഒക്കെ എഴുതാം. BC സെഷൻസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ആർ ദി മെഷീനറി ഫോർ മെയിൻ്റനൻസ് ഓഫ് എ ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ദിസ് ഇസ് ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് മൊഡ്യൂൾ. നല്ലൊരു ഗുഡ് റിലേഷൻ, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെല്ലാം മെഷീനറിയാണ് ആസ് എ കമ്പനി നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മെഷീനറി ഫോർ മെയിൻ്റനൻസ് ഓഫ് എ ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. സോ ദിസ് മെഷീനറി, ഇത് മെഷീനറി എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് 2 രീതി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി. ലെജിസ്ലേറ്റീവ് മെഷീനറി ഉണ്ട്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ലെജിസ്ലേറ്റീവ് മെഷീനറിയിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദ ട്രേഡ് യൂണിയൻ ആക്ട് ഓഫ് 1926 ഉണ്ടായ ട്രേഡ് യൂണിയൻ ആക്ട്. ട്രേഡ് യൂണിയൻ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ട്രേഡ് യൂണിയൻ ആക്ടിന് ട്രേഡ് യൂണിയൻസ് എന്താണ്, അതിൻ്റെ യൂസ്, ഇമ്പോർട്ടൻസ്, അതെല്ലാം നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, പല ടൈപ്പ് ഓഫ് ട്രേഡ് യൂണിയൻ നിങ്ങൾ കണ്ടിട്ടുള്ള CITU, INTUs ഇതെല്ലാം ട്രേഡ് യൂണിയൻസ് ആണ്. അപ്പോൾ ചിലപ്പോൾ പാർട്ടി ബേസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വോളണ്ടറി ആയിരിക്കാം, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ബേസ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു വോളണ്ടറി വൺ ആയിരിക്കാം. അപ്പോൾ 2-3 ആൾക്കാർ ജോയിൻ ചെയ്ത ഒരു അവർക്ക് കാര്യങ്ങളെല്ലാം എംപ്ലോയീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ, എംപ്ലോയറിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇങ്ങനെയുള്ള ട്രേഡ് യൂണിയൻസ് ഉണ്ടെങ്കിൽ, അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫീസിബിൾ ആയിരിക്കും. അപ്പം ഒരിക്കലും എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ എംപ്ലോയീസ് നടക്കുന്നില്ല ഇഫ് ദർ ഇസ് എ ട്രേഡ് യൂണിയൻ. സോ ദാറ്റ് യു ക്യാൻ ഇൻക്ലൂഡ് ഇൻ ദ ട്രേഡ് യൂണിയൻ ആക്ട് ഓഫ് 1926. സെക്കൻഡ് വൺ ഇസ് ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഓഫ് 1947. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ഉണ്ട്. ഒരു കമ്പനി മുന്നോട്ട് പോകുമ്പോൾ അവിടെ എപ്പോഴും ഒരു പീസ് ഉണ്ടാവണം. പീസ് അല്ലെങ്കിൽ ഹാർമണി ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനി ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് പോകുള്ളൂ, അല്ലെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയുള്ളൂ. ഇൻ ബിറ്റ്വീൻ പ്രൊഡക്ഷൻ നിന്ന് പോകും ഇഫ് ദർ ഇസ് എനി കൈൻഡ് ഓഫ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദി എംപ്ലോയർ ഓർ ദി എംപ്ലോയീസ് ഓർ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് ദ എംപ്ലോയീസ് വിത്ത് ദ മാനേജ്മെൻറ്റ്. അങ്ങനെയുള്ള എന്ത് രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷൻ ഒരു സ്റ്റോപ്പ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഒരു ബ്രേക്ക് വരും. അതൊരിക്കലും ഓർഗനൈസേഷൻ നല്ലതല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് നല്ലതല്ല. Okay, so for which we have formed this type of legislative machinery, that is Industrial Disputes Act of 1947. പിന്നെ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് ഓഫ് 1946. ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് ആക്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് അവിടെ എംപ്ലോയ്മെൻറ്റ് കിട്ടാം, ആർക്കൊക്കെ, എത്ര ഏജും റീച്ച് ചെയ്തവർക്ക്, ഫീമെയിലിന് എന്ത് ഏജ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസ് എന്തെല്ലാം, ഇവരുടെ വേജസ് ആൻഡ് കോമ്പൻസേഷൻ എങ്ങനെ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആക്ടാണ് ദിസ് ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് ഓഫ് 1946. So this is also one of the legislative machinery to prevent or to maintain a good industrial relation. Then fourth one is Workmen Compensation Act of 1923. അതിനുശേഷമുള്ളതാണ് വർക്ക്മെന് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ for the work they do, they want to get compensated, they want to get something, അല്ലേ, ഇൻ റിട്ടേൺ അവർക്ക് എന്തെങ്കിലും ഒരു സാലറി അല്ലെങ്കിൽ വേജസ് കിട്ടണം. അതിനെയാണ് നമ്മളിവിടെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക്മെന് കിട്ടുന്ന കോമ്പൻസേഷനെ എങ്ങനെയൊക്കെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സംടൈംസ് ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദ ടൈം ബേസ്ഡ്. ചിലപ്പോൾ അവർ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും സാലറി കൊടുക്കുക. സംടൈം ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി ദേ പ്രൊഡ്യൂസ്, അവർ എത്രത്തോളം പ്രൊഡക്ഷൻ ഉണ്ടാക്കിയോ അതിനനുസരിച്ചാകാം. സോ ബേസ്ഡ് ഓൺ ദിസ് വാട്ട് ഇസ് എ ക്രൈറ്റീരിയ ടേക്കൺ അപ്പ് ബൈ ദ കമ്പനി. അത് ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കണം, അല്ലേ. ഒരു ടൈപ്പ് ഓഫ് കമ്പനി, ഇപ്പോൾ ഒരു സിമെൻറ്റ് കമ്പനി ആണെങ്കിൽ അവിടുത്തെ
എല്ലാവർക്കും ആ വർക്ക്മെൻ എല്ലാവർക്കും ഒരേ രീതിയിലുള്ളൊരു വെയ്റ്റ് സിസ്റ്റം ആയിരിക്കണം. അതല്ല ഒരു ഷുഗർ ഫാക്ടറി ആണെങ്കിൽ അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും ഒരേ രീതിയിലുള്ളൊരു അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് വർക്ക്മെനെങ്കിലും ഒരേ രീതിയിലുള്ള കോമ്പൻസേഷൻ ആയിരിക്കണം. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആക്ടിനെയാണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് ഓഫ് 1923 എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ മേജർ ലെജിസ്ലേറ്റീവ് മെഷീനറീസ് ടേക്കൺ അപ്പ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് ഇൻ എ ഇൻഡസ്ട്രി. സെക്കൻഡ്, അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി. അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്നും ഒരു സപ്പോർട്ട് വേണം. അതിനുള്ളതാണ് വർക്ക്സ് കമ്മിറ്റി, ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽസ്. വർക്ക്സ് കമ്മിറ്റി ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇൻ കമ്മിങ് ലെക്ചേഴ്സ്. ദെൻ വർക്ക് കമ്മിറ്റി, ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ, കൗൺസിലേഷൻ ഓഫീസേഴ്സ്, ബോർഡ് ഓഫ് കൗൺസിലേഷൻ, ലേബർ കോർട്സ്, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ, നാഷണൽ ട്രിബ്യൂണൽ, കോർട്ട് ഓഫ് എൻക്വയറി, പ്രൊവിഷൻ ഫോർ വോളണ്ടറി ആർബിട്രേഷൻ. ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഇതിൽ ഓരോന്നും നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ഇൻ ഡെപ്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് വാട്ട് ആർ ദി മെഷീനറി ഫോർ മെയിൻ്റനൻസ് ഓഫ് എ ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് ചോദിച്ചാൽ യു വോണ്ട് ടു റൈറ്റ് ഇറ്റ് ആസ് ടു ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഇസ് legislative machinery as well as administrative machinery. In legislative, the acts will be mentioned: Trade Union Act, Industrial Dispute Act, Industrial Employees Act, അതേപോലെ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്. അഡ്മിനിസ്ട്രേറ്റീവിലാണെങ്കിൽ ഓരോ ബോഡീസിനെയാണ് പറഞ്ഞിരിക്കുന്നത്. കൺസലേഷൻ ബോർഡ് ഓഫീസേഴ്സ്, അല്ലെങ്കിൽ ലേബർ കോഡ്, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ, ലേബർ നാഷണൽ ട്രിബ്യൂണൽ, കോർട്ട് ഓഫ് എൻക്വയറി, ദെൻ വർക്ക്സ് കമ്മിറ്റി, ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ. ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തെല്ലാം മെഷീനറീസ് ആണ് ഒരു കമ്പനി എടുക്കുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസ് എടുക്കുന്നത് ടു മെയിൻറ്റെയിൻ എ ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ? ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മളൊരു വേറെ രീതിയിലും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് this one. In this, what are the measures for resolving industrial disputes എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഐ വിൽ ഡിസ്കസ് ലേറ്റർ. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ. സോ വാട്ട് ആർ ദ മെഷീനറീസ്? ഓക്കെ. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഒരു 15 മാർക്സ് അല്ലെങ്കിൽ 8 മാർക്സ് BC പാർട്ടിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ദ എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഹെൽപ്പ് or play a vital role in maintaining good industrial relation. ഒരു എംപ്ലോയീസ് ഓർഗനൈസേഷൻ, നിങ്ങൾ പല ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ പഠിച്ചിട്ടുണ്ടാവും. ആ ഓരോ എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത്? സോ ഹൗ ദേ മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ്, ഒരു നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് അവർക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നു? ദ ഫസ്റ്റ് വൺ ഇസ് ദേ പ്രൊവൈഡ് സെവറൽ ടൈപ്പ് ഓഫ് സർവീസസ്. നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് സർവീസ് ഇസ് അഡ്വൈസറി റോൾ. They give advice. So, employees organization provide advisory services such as counseling on the issues of the labor laws and legislation, sound human resource practices dealing with industrial conflict, multiplicity and recognition of trade unions. അപ്പം പല കാര്യങ്ങളും ഇൻഡസ്ട്രിയിലെ എക്സ്പേർട്സിന് അറിയണമെന്നുണ്ടാവില്ല. ദേ ഓൺലി നോ ഹൗ ടു റൺ ആൻ ഇൻഡസ്ട്രി, ഹൗ ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ്, ഹൗ ടു മെയിൻറ്റെയിൻ ദ HR, ഇതൊന്നും അവർക്ക് അറിയണമെന്നില്ല. സോ ഇൻ ദാറ്റ് കേസ് ദ എംപ്ലോയീസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ദ സപ്പോർട്ട്. അവരൊരു അഡ്വൈസറി ഫംഗ്ഷനായിട്ട് ആക്ട് ചെയ്യും. സോ ദേ ഗേവ് അഡ്വൈസ് ഓൺ ദ ലേബർ ലോസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേഡ് യൂണിയൻ ആക്ട് ആണെങ്കിലും കോമ്പൻസേഷൻ, വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് ആണെങ്കിലും ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണം, ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് അറിയണ്ടാവില്ല. സോ ദാറ്റ് kind of advice will be given by advisory role of employees organization. Then sound human resource practice. പല രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസസ് ഉണ്ട്. റിക്രൂട്ട്മെൻറ്റിലാണെങ്കിലും ട്രെയിനിങ്ങിലാണെങ്കിലും ദെൻ നമ്മളവരെ റിറ്റൻഷൻ ആണെങ്കിലും ഇതിനൊക്കെ പല രീതിയിലുള്ള HRD അല്ലെങ്കിൽ HR പ്ലാനിങ്, HR പ്രാക്ടീസസ് ആണ് ആവശ്യം വരുന്നത്. അപ്പോൾ അതെല്ലാം അതിനുള്ള അഡ്വൈസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും കമ്പനിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു, ആ കോൺഫ്ലിക്റ്റ് ഒക്കെ പല രീതിയിലുള്ള ബോഡീസിനെ പറഞ്ഞു, കൺസലേഷൻ ബോഡി, അങ്ങനെയുള്ള ബോഡീസിനെ വെച്ചിട്ട് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് ആയിരിക്കും. ആൻഡ് ഓൾസോ ദ റെക്കഗ്നിഷൻ ഓഫ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ എന്നൊരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രിയിൽ. ബിക്കോസ് ടു അവോയ്ഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി വർക്കേഴ്സ് ദിസ് ട്രേഡ് യൂണിയൻ കെയിം ഇൻ ടു ആക്ട്. പക്ഷേ ട്രേഡ് യൂണിയൻ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു വാല്യൂ ഇല്ല. അതിനൊരു റെക്കഗ്നിഷൻ കിട്ടണം. റെക്കഗ്നിഷൻ കിട്ടുന്ന അതിനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ട് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം, അതെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആയിരിക്കും. സോ ദിസ് ഇസ് ഫസ്റ്റ് റോൾ, advisory role. Second one is data bank services. They are also providing some of the data bank
സർവീസസ് ഫോർ ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ ബാങ്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് വൈറ്റൽ എക്കണോമിക് ആൻഡ് ബിസിനസ് റിലേറ്റഡ് ഹൈ സ്പീഡ് ഇൻഫർമേഷൻ ടു ദ കോർപ്പറേറ്റ് സെക്ടർ. നമ്മുടെ കോർപ്പറേറ്റ് സെക്ടർ ഒരു ഇൻഡസ്ട്രി, ഒരു സിമെൻറ്റ് ഇൻഡസ്ട്രി ആണെന്ന് വെച്ചോ. സിമെൻറ്റ് ഇൻഡസ്ട്രി എഫക്റ്റ് ചെയ്യുന്ന പല ഇൻഡസ്ട്രികളുണ്ട്. അതിൻ്റെ വളർച്ചയ്ക്ക് പല ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ് കാരണമാവുക. അതിനെല്ലാം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഡേറ്റ ബാങ്ക് സർവീസസ് ആയിരിക്കും. ഈ എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആയിരിക്കും എന്തൊക്കെയാണ് ഇപ്പോഴത്തെ എക്കോണമിയുടെ വളർച്ചയ്ക്ക് കാരണം, ഏത് എക്കോണമിയാണ് ഇപ്പോൾ ബൂം സ്റ്റേജിലുള്ളത്, എക്കോണമി ഇനി ഇടിയാൻ പോവുകയാണോ, ഇപ്പോൾ നിഫ്റ്റി ഇടിഞ്ഞു, അല്ലെങ്കിൽ ഒരു NSE BSE സ്റ്റോക്കിനൊക്കെ റേറ്റ് കുറഞ്ഞു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻഡസ്ട്രികളെ എഫക്റ്റ് ചെയ്യാണ്. പക്ഷേ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിന് ഒരിക്കലും ഒരു എക്കണോമിക് സൈഡ് അറിയണ്ടാവില്ല. അങ്ങനെയുള്ള എക്കണോമിക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സൈഡിൻ്റെ അഡ്വൈസ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് അബൌട്ട് ദ ഡേറ്റ ബാങ്ക് സർവീസസ്. So they maintain the data bank by conducting various studies and research. ഇങ്ങനെയുള്ള എംപ്ലോയീസ് ഓർഗനൈസേഷൻ പല രീതിയിലുള്ള സ്റ്റഡീസ് ആൻഡ് റിസർച്ച് നടത്തുന്നുണ്ടാവും. എക്കോണമീനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ഉണ്ടാവും, എക്കോണമിയുടെ സ്റ്റഡി ഉണ്ടാവും, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെ നമ്മുടെ എക്കോണമിയെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു, നെഗറ്റീവ് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മെഡിക്കൽ ഇൻഡസ്ട്രിയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ മെഡിക്കൽ ഇൻഡസ്ട്രിക്കൊക്കെ ബൂമാണ്. പക്ഷേ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്കൊക്കെ എന്താ സംഭവിക്കുന്നത്, അവരൊക്കെ ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് പോകും. ഓക്കെ, അതെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കി ഈ ഇൻഡസ്ട്രിയിലേക്ക് അറിയിക്കുന്നവരെ എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആയിരിക്കും. Then the third role of employees organization is a collective bargaining. That is, employees organization may not be actively involved in the collective bargaining direct negotiation, but they do influence the process and outcome of collective bargaining through advisory role. എംപ്ലോയി ഓർഗനൈസേഷൻ ഡയറക്റ്റായിട്ട് ഇൻഡസ്ട്രിയിൽ കയറി കളക്റ്റീവ് ബാർഗെയിനിങ് ചെയ്യത്തില്ല. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചാൽ മതി. ഓക്കെ, സോ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന കൺസെപ്റ്റ് അതൊരു റിസോൾവിങ് ടെക്നിക്കാണ്. നമ്മുടെ പ്രോബ്ലംസ്, കോൺഫ്ലിക്റ്റ് എല്ലാം റിസോൾവ് ചെയ്യാനുള്ള ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക്ക് ചിലപ്പോൾ എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഡയറക്റ്റ് ആയിരിക്കില്ല ചെയ്യുന്നത്, പക്ഷേ അവർ അതിൻ്റെ മേലുള്ള അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യും. സോ ദാറ്റ് ഇസ് അനദർ റോൾ. Fourth one is the public image and the public relation. That is, employees organization must establish their credibility in the eyes of the labor and community at large. Many times employees do not provide full information, rather they withhold it. They refuse to share full information with the fear that the competitors might exploit it to the advantage and contribution. പബ്ലിക് ഇമേജ് ആൻഡ് പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി ബെസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു ഇമേജുള്ള ഒരു ഇൻഡസ്ട്രിക്ക് മാത്രമേ വളർച്ച ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഒരു കമ്പനിയെ പറ്റി എന്തെങ്കിലും മോശം ഇമേജ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ ആ ഒരു കമ്പനി ഇടിയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന കമ്പനി വളരെ പീക്കിൽ നിന്നിരുന്ന ഒരു ടൈമായിരുന്നു. കുട്ടികളുടെ പ്രൊഡക്ട്സ് ഫുൾ ജോൺസൺ ആൻഡ് ജോൺസൺ, ഏത് കമ്പനി ഇടയിൽ വന്നാലും ദർ വാസ് നോ റോൾ, അല്ലെങ്കിൽ അവർക്ക് ഒരു രീതിയിലുള്ള മാർക്കറ്റ് ഷെയറും കിട്ടുന്നില്ലായിരുന്നു. എല്ലാവരും വാങ്ങുന്ന ജോൺസൺ ആൻഡ് ജോൺസൺ ആണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് നോക്കിയാൽ ജോൺസൺ ആൻഡ് ജോൺസണിൻ്റെ ഒരു ട്രെൻഡേ മാറിയിട്ടുണ്ട്. നൗ വി ഹാവ് മൂവ്ഡ് ഓൺ ടു സം അതർ ബ്രാൻഡ്സ്. പല ബ്രാൻഡ്സുകൾ വന്നു. ഓക്കെ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല ടൈപ്പ് ഓഫ് കാര്യങ്ങൾ വന്നു. അതെന്താ, അവരുടെ പബ്ലിക് ഇമേജിനൊരു നെഗറ്റീവ് ട്രെൻഡ് വന്നു. അവരൊരു പ്രൊഡക്ട്സിൽ ഫീറ്റൽ ഇതുണ്ട്, കുഞ്ഞുങ്ങളുടെ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ, വളരെ ചെറിയ കുട്ടികളുടെ തൊലി, അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെ വരുന്നു എന്ന ഒരു ഇത് വന്നപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റിൽ ഒരു ന്യൂസ് ഇറങ്ങിയതോ അതും അവരുടെ പബ്ലിക് ഇമേജിനെ എഫക്റ്റ് ചെയ്തു. ഇങ്ങനെയുള്ള പബ്ലിക് ഇമേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ പബ്ലിക് റിലേഷൻ ബിറ്റ്വീൻ ദ കസ്റ്റമേഴ്സ് ആസ് വെൽ ആസ് ദ എംപ്ലോയീസ് ഇസ് ഓൾസോ എസെൻഷ്യൽ. ഈ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നതും ഒക്കെ എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആയിരിക്കും. പിന്നെ safety, health and community development. Health, safety and community development of the workers is also the concern of the employees organization. ഒരു വർക്കേഴ്സ് കാരണമാണ് ഒരു കമ്പനി മുന്നോട്ട് പോകുന്നത്. മാനേജ്മെൻറ്റ് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അവിടെയുള്ള വർക്കേഴ്സ്. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള ഹെൽത്ത് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുക്കുന്നുണ്ടോ, അവർക്ക് വേണ്ട വെൽഫെയർ ആക്ടിവിറ്റീസ് ലൈക്ക് സ്റ്റാറ്റുറ്ററി വെൽഫെയർ ആക്ടിവിറ്റീസ് ഉണ്ട്, നോൺ സ്റ്റാറ്റുറ്ററി വെൽഫെയർ ആക്ടിവിറ്റീസ് ഉണ്ട്, മോണിറ്ററി ഉണ്ട്, നോൺ മോണിറ്ററി ഉണ്ട്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അവർക്ക് വേണ്ട ഒരു വർക്ക് കൾച്ചർ ആണോ, വർക്ക് എൻവയോൺമെൻറ്റ് അവർക്ക് ഓക്കെ ആണോ, ഇതെല്ലാം നോക്കേണ്ടതും എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെ റോളായിരിക്കും. ആൻഡ് ദി എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആർ ടേണിംഗ് ദ അറ്റൻഷൻ ടുവേർഡ്സ് ദ പ്രിവെയിലിംഗ് വർക്കിംഗ് കണ്ടീഷൻ, ഒക്യുപേഷണൽ ഹസാർഡ്സ് ആൻഡ് സറൗണ്ടിങ് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ആസ്പെറ്റോസ് കമ്പനി പോലെയുള്ള ആസ്പെറ്റോസ് മാനുഫാക്ചറിങ് കമ്പനീസ് എല്ലാം എന്ന് പറയുന്നത് അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു
പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് ഇറ്റ് കോസ് സം കൈൻഡ് ഓഫ് ഡിസീസസ് ലൈക്ക് ആസ്മ, ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. റെസ്പിറേറ്ററി ഡിസീസസ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിരിക്കും എപ്പോഴും ആസ്ബറ്റോസ് മാനുഫാക്ചറിങ് കമ്പനി. അപ്പോൾ അവിടെയുള്ള എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആയിരിക്കും എന്തൊക്കെ സേഫ് ഗാർഡിങ് മെഷേഴ്സ് അവരുടെ വർക്കേഴ്സ് എടുക്കണം, എന്തൊക്കെ സേഫ് ഗാർഡിങ് ടൂൾസ് അവർക്ക് വേണം. ഇപ്പം അവരുടെ ബോഡി ഫുൾ കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സിങ് ആയിരിക്കും അവർക്ക്, ഫേസ് കവേഴ്സ് ഉണ്ടാകും, മാസ്കുകൾ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് എല്ലാം നടത്തുന്നത് ഇങ്ങനെയുള്ള എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആയിരിക്കും. സോ ഹെൽത്ത് സേഫ്റ്റി ആൻഡ് ദ ഒക്കുപേഷണൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം, ആസ്ബറ്റോസ് കാരണം, ആ ഒരു ഒക്കുപേഷൻ കാരണം ഉണ്ടാകുന്ന അസുഖമാണ് ആസ്മ അല്ലേ. അപ്പം അങ്ങനെയുള്ളതൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും, ഇതെല്ലാം നോക്കുന്നത് ഒരു എംപ്ലോയീസ് ഓർഗനൈസേഷനും ആയിരിക്കും. സോ ദിസ് ഇസ് ദ സെക്കൻഡ് question explanation, that is how the employees organization play a vital role in maintaining a good industrial relation. Third question ഇതായിരുന്നു, briefly explain the various kind of welfare activities undertaken by employees for the benefit of the workers. ഇതെനിക്കൊരു കുട്ടി ഫോർവേഡ് ചെയ്ത് തന്ന ക്വസ്റ്റ്യൻ ആണ് ഫോർ ക്ലാരിഫിക്കേഷൻ. ഇതിന് ആൻസർ എനിക്ക് തോന്നുന്നു കിട്ടാത്തതുകൊണ്ടായിരിക്കാം ചോദിച്ചത്. സോ ഫോർ ഹിം ആൻഡ് ഓൾ അതേഴ്സ് ഐ ആം സെൻഡിങ് ദിസ്. അപ്പം ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ വേരിയസ് കൈൻഡ്സ് ഓഫ് വെൽഫെയർ ആക്ടിവിറ്റീസ്, എന്തൊക്കെ വെൽഫെയർ ആക്ടിവിറ്റീസ് എംപ്ലോയീസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു വർക്കറിനെ നിലനിർത്തണമെങ്കിൽ ആ കമ്പനിയിൽ ബെനിഫിറ്റ്സ് എല്ലാം വർക്കേഴ്സിന് കൊടുക്കാൻ വേണ്ടി എംപ്ലോയറിൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, വാട്ട് ആർ ദ മേജർ വെൽഫെയർ ആക്ടിവിറ്റീസ് ടേക്കൺ അപ്പ്. The first one is they provide the better physical and mental health to the workers and thus promote a healthy work environment. എപ്പോഴും വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടല്ലോ, ആ എൻവയോൺമെൻറ്റ് അവർക്ക് സേഫ് ആയിരിക്കണം. ഓൺലി ഇഫ് ദേ ഫൗണ്ട് ദ എൻവയോൺമെൻറ്റ് ടു ബി സേഫ് ദേ വിൽ വർക്ക് ഓർ ദേ വിൽ റിറ്റെയിൻ ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഒരു കമ്പനി നിലനിൽക്കണമെങ്കിൽ അവരുടെ ചുറ്റുപാട് നല്ലതായിരിക്കണം, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം, അവർക്ക് ഉണ്ടാകുന്നൊരു മെൻ്റൽ ഹെൽത്ത് അതും വളരെ ഇമ്പോർട്ടൻ്റ്, ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടായിരിക്കണം, ഒരു മെൻ്റലി സ്റ്റേബിളായിട്ട് അവർക്ക് വേണ്ട റെക്കഗ്നിഷനൊക്കെ കൊടുത്തിരിക്കണം, അവർക്ക് ഫിസിക്കൽ എന്തൊക്കെ അമെനിറ്റീസ് ഉണ്ടോ അതും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇപ്പം നല്ല റെസ്റ്റ് റൂംസ്, അല്ലെങ്കിൽ ഒരു കുട്ടി പാരൻസൊക്കെയാണ്, അമ്മമാരുടെയൊക്കെ ആണെങ്കിൽ ബേബി ക്രഞ്ചസ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ചിലയിടത്തുണ്ടാവും, കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടൊരു യൂണിറ്റ്. ഓക്കെ, അങ്ങനെയുള്ള പല രീതിയിലുള്ള ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് വൺ ഓഫ് ദ റോൾ ഗിവൺ ബൈ ദി വൺ ഓഫ് ദ മേജർ ബെനിഫിറ്റ് ഓഫ് some of the welfare activities provided by the employees. Second, the facilities like the housing schemes, medical benefits and education and recreational facilities for workers' families help in raising their standard of living. അവിടുത്തെ വർക്കേഴ്സിന് തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടുക അല്ലേ. ഏതൊരാളും ജോലി ചെയ്യുന്ന എന്തിനാ, അവർക്ക് ഇപ്പോഴുള്ള സ്റ്റാൻഡേർഡിനേക്കാളും കുറച്ചുകൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഹൗസിങ് സ്കീംസ്, അവർക്ക് വീടുണ്ടാക്കാനുള്ള ഫെസിലിറ്റീസ്, അതിനുള്ള ലോൺസ് ഫെസിലിറ്റീസ്, പിന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ്. ഇപ്പം ESI പോലെയുള്ള സ്കീംസിലെല്ലാം നമുക്ക് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ് ESI. അപ്പോൾ അതിലൂടെ നമുക്ക് മെഡിക്കൽ ബെനിഫിറ്റ്സ് കവർ ചെയ്യുന്നുണ്ട്, മെഡിക്കെയർ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ്. ഇപ്പം വർക്കേഴ്സിന് ജസ്റ്റ് ഫുൾ ടൈം വർക്ക് ഒന്നും ആയിരിക്കില്ല, അവരുടെ ഒരു വർക്ക് ഷെഡ്യൂളിൽ തന്നെ ചില ടൈം അവർക്ക് ടൂർ അറേഞ്ച് ചെയ്യുന്നുണ്ടാവും അത് ഓർഗനൈസേഷൻ തന്നെ അല്ലേ, അതൊരു റിക്രിയേഷണൽ ആക്ടിവിറ്റി ആയിരിക്കും. പിന്നെ ഒരു ആഴ്ചയിലോ ഒരു ദിവസം, ഇപ്പോൾ ഒരു IT ഫേമിലൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് ഒരു മണിക്കൂർ അവർക്ക് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഒരു ചെറിയ ഗെയിമോ ഒരു ടേബിൾ ടെന്നീസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഗെയിം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഒരു റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് കൊണ്ടുവരും, ക്ലബ്ബ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്, അവരുടെ കുട്ടികൾക്ക് പഠിത്തത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ട്. ചിലപ്പോൾ ഒരു റിമോട്ടായിട്ടുള്ളൊരു ഏരിയയിലാണ് ഫാക്ടറി എങ്കിൽ, റിമോട്ട് മീൻസ് വിച്ച് ഇസ് അവേ ഫ്രം ദ മെയിൻ സിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പം അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സിറ്റി വരെ പോകുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ ദേ വിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ഫ്രം ദ ഓർഗനൈസേഷൻ, അവരവിടെ നിന്ന് മാറും, ബിക്കോസ് കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റിമോട്ട് ഏരിയയിൽ തന്നെ സ്കൂൾ ഫെസിലിറ്റീസ് കൊണ്ടുവരാൻ നോക്കുക. ആ ഒരു കമ്പനിയുടെ ബേസിൽ തന്നെ ഒരു സ്കൂളോ ഹോസ്പിറ്റൽസും ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് കൊണ്ടുവരാം. സോ ദിസ് ഇസ് വൺ ഓഫ് ദ വെൽഫെയർ ആക്ടിവിറ്റി. Third, employees get stable labor force by providing welfare facilities. Workers take active interest in their jobs and work in a feeling of involvement and participation. പിന്നെയുള്ള മെയിൻ ഒരു കാര്യമാണ്, ഇപ്പം വർക്കേഴ്സിനെ നമ്മൾ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെഷൻ തന്നെ പഠിക്കാനുണ്ട്. വർക്കേഴ്സിനെ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലും ഒക്കെ ഇൻവോൾവ് ചെയ്യാതെ അവർക്ക് വേണ്ട ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. വർക്കേഴ്സിനുള്ളിൽ ഞാൻ ഈ കമ്പനിയുടെ ആരോ ആണ് എന്നൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതുവഴി
ഈ പറഞ്ഞ വെൽഫെയർ ആക്ടിവിറ്റീസ് വഴിയും കമ്പനിയിൽ നമുക്ക് എംപ്ലോയീസിന് ബെറ്റർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ, അവർക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. Then this benefits will increase the productivity of the workers and promote the healthy industrial relation, thereby maintaining industrial peace. ഇങ്ങനെ ഒരു നല്ലൊരു വർക്ക് വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ, നമ്മുടെ പ്രൊഡക്ഷൻ കൂടും, ആൾക്കാർക്ക് ഹാപ്പി ആയിരിക്കും. സോ ദേ പ്രൊഡ്യൂസ് മോർ. അവരുടെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമ്മളുടെ ഓർഗനൈസേഷൻ വളരുന്നു, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. അങ്ങനെ ഒരു ഹെൽത്തി ഇൻഡസ്ട്രിയൽ റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. എംപ്ലോയറും എംപ്ലോയീസും തമ്മിൽ ഒരു രീതിയിലുള്ള ഗ്യാപ്പും ഇല്ലാതെ നല്ല ഫ്രണ്ട്ലി റിലേഷനിൽ പോവും. ആൻഡ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ പീസ് ആൻഡ് ഹാർമണി ഒൺലി. ഇൻഡസ്ട്രിയിൽ എപ്പോഴും പീസ് ആൻഡ് ഹാർമണി ആയിരിക്കും നിലനിൽക്കുന്നത്. സോ ദീസ് ആർ സം ഓഫ് ദി ബെനിഫിറ്റ്സ്. So the social events prevalent among the laborers like the substance abuse etc. are reduced to greater extent by the welfare policies. Substance abuse എന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം പല രീതിയിലുള്ള ഹരാസ്മെൻറ്റ്സ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ടാവും ഒരു വർക്ക് പ്ലേസിൽ. അതെല്ലാം ഒരു നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും ഒരുവിധം നമുക്ക് ഈ വെൽഫെയർ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതെല്ലാം ഇതിനുള്ളിൽ മാഞ്ഞു പോകും. നമുക്ക് എത്രത്തോളം വെൽഫെയർ കൊടുക്കുന്നുണ്ടോ, സോ ദ എംപ്ലോയീസ് വിൽ ജസ്റ്റ് ഇഗ്നോർ ദീസ് കൈൻഡ് ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസസ്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ കൈൻഡ്സ് ഓഫ് വെൽഫെയർ ആക്ടിവിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയീസ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ കമ്മിറ്റീസ് ഉണ്ട്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റീസിനെ പറഞ്ഞില്ലേ, these ones: work committee, counselors, cancellation officers, then labor court. ഇതെല്ലാം വെൽഫെയർ ആക്ടിവിറ്റീസിൽ വരും. ഇതെല്ലാം നമ്മുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ. അപ്പോൾ നിങ്ങൾക്ക് ഇതും അതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാം. ട്രേഡ് യൂണിയൻസ് ഒരു കമ്പനിയിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വോളണ്ടറി ആർബിട്രേഷൻ, ലേബർ കോഡ്സ് ഒക്കെ കൊണ്ടുവരുന്നത്, ഇതെല്ലാം വെൽഫെയർ ആക്ടിവിറ്റീസാണ്. സോ യു ക്യാൻ ഓൾസോ ആഡ് ദീസ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറീസ് ആൻഡ് ലെജിസ്ലേറ്റീവ് മെഷീനറീസ്. ലെജിസ്ലേറ്റീവ് മെഷീനറീസ് ആക്റ്റായിട്ട് എഴുതണ്ട, നിങ്ങൾ ലേബർ യൂണിയൻസ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കമ്മിറ്റീസും ട്രിബ്യൂണൽസൊക്കെ കൊണ്ടുവരുന്നത്, ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആണ്. ദീസ് ഓൾ ആർ ദ some of the welfare activities taken up by the employers, okay, for the benefit of the workers. So I hope that everybody have understood this question too, okay. So ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വാട്ട് ആർ ദ മെഷേഴ്സ് ഫോർ റിസോൾവിങ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. എന്തൊക്കെ രീതിയിൽ നേരത്തെ പറഞ്ഞ ഓരോ കമ്മിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലുള്ളവർ, അവരൊക്കെ എന്തൊക്കെ മെഷേഴ്സാണ്, അല്ലെങ്കിൽ ഇൻ ഡീറ്റെയിൽ അവരെന്താണ്, എങ്ങനെയാണ് അവർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ മേജർ മെഷേഴ്സ് ഫോർ റിസോൾവിങ് ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. ഫസ്റ്റ്, വർക്ക്സ് കമ്മിറ്റി. Then conciliation officers, board of conciliation, court of inquiry, labor courts, industrial tribunal and national tribunal. So there are 7 bodies. നമുക്ക് 7 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എഴുതാം, ട്രേഡ് യൂണിയൻസും എല്ലാം പ്രോബ്ലം റിസോൾവ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ് പ്രിവെൻറ്റ് ചെയ്യുന്നവരാണ്. സോ ഓഫ് ദിസ് ദ ഫസ്റ്റ് വൺ ഈസ് വർക്ക്സ് കമ്മിറ്റി. This committee consists of the representatives of the workers and the employees. എംപ്ലോയറുടെ സൈഡിൽ നിന്നും ആൾക്കാരുണ്ടാവും, അതുപോലെ വർക്കറിൻ്റെ സൈഡിൽ നിന്നും ആൾക്കാരുണ്ടാവും. Under the Industrial Dispute Act of 1947, the Works Committee exists in industrial establishment in which 100 or more workmen are employed during the previous year. It consists of equal number of representatives of workmen and employees. എംപ്ലോയറിൻ്റെ എംപ്ലോയീസിൻ്റെ സൈഡിൽ 50-50 ആൾക്കാരായിരിക്കും ഉണ്ടാവുന്നത്. ഇതൊരു 100-ൽ കൂടുതൽ വർക്ക്മെൻ ഉള്ള സിറ്റുവേഷനിലാണ് വർക്ക്സ് കമ്മിറ്റി ഉണ്ടാവുക. സോ ദേ ഹെൽപ്പ് ഇൻ റിസോൾവിങ് സം ഓഫ് ദി ഇഷ്യൂസ്. എന്തെങ്കിലും ഇഷ്യൂസ് വർക്ക്മെനും എംപ്ലോയീസ് തമ്മിലുണ്ട്, അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് തമ്മിൽ, അല്ലെങ്കിൽ വർക്ക്മെൻ തമ്മിൽ, അങ്ങനെയുള്ള എന്ത് രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടായാലും അതെല്ലാം റിസോൾവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള വർക്ക്സ് കമ്മിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മെഷറസ് ദ കൺസിലേഷൻ ഓഫീസേഴ്സ്. സോ കൺസിലേഷൻ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരായിരിക്കും. സോ ദേ ഹാവ് സെവറൽ റൂൾസ് ഇൻ ദ ഓർഗനൈസേഷൻ. ലൈക്ക് ഹി ഹാസ് ടു ഡു എവറിത്തിങ് ഫോർ ബ്രിങ്ങിങ് എ ഫെയർ ആൻഡ് അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ഡിസ്പ്യൂട്ട്. എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതിനൊരു ഫെയർ ആയിട്ടുള്ള, ഒരു സൈഡിൽ നിൽക്കാതെ, ഇപ്പം എംപ്ലോയറും എംപ്ലോയീസ് തമ്മിലാണ് പ്രശ്നമെങ്കിൽ അവർക്ക് ഒരാൾക്കാരുടെ ഇടയിൽ നിൽക്കണം, പക്ഷേ ഒരാൾക്കാരുടെ ചായ്വുണ്ടാവുന്നത് ബയസ് ഇല്ലാത്ത രീതിയിലായിരിക്കണം ആ ഒരു കൺസിലേഷൻ ഓഫീസർ ഒരു തീരുമാനം എടുക്കേണ്ടത്. And in case of public utility service, he must hold conciliation procedures in the prescribed manner. Okay. Second,
The conciliation officer shall send a report to the government if the dispute is settled in the course of conciliation procedure along with the memorandum of settlement signed by the parties. ഇപ്പോൾ രണ്ടാൾക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുന്ന കൺസലേഷൻ ഓഫീസേഴ്സ് ഈ ഒരു പ്രൊസീജിയറിൽ തന്നെ ചെയ്യുകയാണ്. ഫെയർ ട്രീറ്റ്മെൻറ്റ് കിട്ടി എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ അവർ ഒരു മെമ്മറാൻഡം എഴുതി അതിൽ ഈ പാർട്ടീസ് ആരൊക്കെ തമ്മിലാണോ പ്രശ്നം അവർ സൈൻ ചെയ്തൊരു മെമ്മറാൻഡം ഉണ്ടാക്കിയിട്ട് അത് ഗവൺമെൻറ്റിന് അയച്ചു കൊടുക്കണം. ദാറ്റ് ഈസ് ഓൾസോ ഹിസ് റോൾ. Then, if the settlement is not reached, the conciliation officer sends a report to the government setting forth the steps taken by him for ascertaining the facts, circumstances relating to the dispute, and the reasons on account of which the settlement could not be reached. ഇനി ഇയാൾക്ക് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല, രണ്ട് കൂട്ടരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ കൺസലേഷൻ ഓഫീസർ എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണം. ആ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്തു പുള്ളി, എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ സോൾവ് ചെയ്യാൻ പറ്റിയില്ല, ഈ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് അയക്കണം. ഇതൊരു 14 ദിവസത്തിനുള്ളിൽ അയാൾ ചെയ്ത കൺസലേഷൻ ചെയ്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അറിയിക്കണം. എന്നാൽ മാത്രമേ ഗവൺമെൻറ്റിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്താൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് അബൌട്ട് എ കൺസലേഷൻ ഓഫീസർ. ഇപ്പോൾ വർക്ക്സ് കമ്മിറ്റി വർക്ക് ചെയ്യുന്നുണ്ട് ഫോർ റിസോൾവിങ് ദ ഇഷ്യൂ. സെക്കൻഡ്, കൺസലേഷൻ ഓഫീസേഴ്സ്. തേർഡ് വൺ ഇസ് ദ ബോർഡ് ഓഫ് കൺസലേഷൻ. ഒരു ബോർഡ് തന്നെയുണ്ട് കൺസലേഷന് വേണ്ടിയിട്ട്. സോ ദേ ഇൻവെസ്റ്റിഗേറ്റ് ദ ഡിസ്പ്യൂട്ട് ആൻഡ് ഓൾ മാറ്റേഴ്സ് അഫക്റ്റിംഗ് ദ മെറിറ്റ്സ് ആൻഡ് ഡു ഓൾ ദ തിങ്സ് ആസ് എ തിങ്സ് ഫിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻഡ്യൂസിങ് ദ പാർട്ടീസ് ടു കം ടു എ ഫെയർ ആൻഡ് അമിക്കബിൾ സെറ്റിൽമെൻറ്റ്. ഒരു അമിക്കബിൾ ആൻഡ് ഫെയർ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു കമ്മിറ്റി എന്താ ചെയ്യുക, എന്താണ് ഡിസ്പ്യൂട്ട്, ഈ ഡിസ്പ്യൂട്ടിന് കാരണം എന്താണ്, ഈ ഡിസ്പ്യൂട്ട് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, ഇതെല്ലാം നല്ലപോലെ സ്റ്റഡി ചെയ്തിട്ട് അവർ ഇതിന് എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത്, ഒരു നല്ല ഫെയർ ആൻഡ് അമിക്കബിൾ സെറ്റിൽമെൻറ്റിന് വേണ്ടി എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ദേ ഇൻവെസ്റ്റിഗേറ്റ്. And also a report has to be sent to the government by the board whether a dispute is settled or not within 2 months of the date on which the dispute was referred to it. ഇനി ഈ കൺസലേഷൻ ഓഫീസേഴ്സ് പോലെ തന്നെ ചിലപ്പോൾ ബോർഡ് ഓഫ് കൺസലേഷന് പോലും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള കേസിൽ 1 മാസത്തിനുള്ളിൽ ഈ ഒരു റിപ്പോർട്ട് കൺസലേഷൻ ഓഫീസേഴ്സ് ഗവൺമെൻറ്റിലേക്ക് എത്തിക്കണം. കൺസലേഷൻ ഓഫീസേഴ്സ് ആണെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ എത്തിക്കുക. കൺസലേഷൻ ബോർഡ് ആണെങ്കിൽ 1 മാസം ടൈം ഉണ്ടാവും, അതിനുള്ളിൽ എത്തിക്കണം. സോ ദിസ് ഇസ് അബൌട്ട് ദ ബോർഡ് ഓഫ് കൺസലേഷൻ. Next measure for resolving the dispute is court of inquiry. The government may appoint a court of inquiry for inquiring into the industrial dispute. ഇപ്പം കൺസലേഷൻ ഓഫീസേഴ്സിന് പറ്റിയില്ല, ബോർഡ് ഓഫ് കൺസലേഷന് പറ്റിയില്ല ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഗവൺമെൻറ് എടുക്കുന്നത് എങ്ങനെയായിരിക്കും, ഒരു കോർട്ട് ഓഫ് എൻക്വയറി അപ്പോയിൻറ്റ് ചെയ്യും. The court may consist of 1 person or more than 1 person in the case. One of the person will be a chairman. ഒന്നെങ്കിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരുണ്ടാവും, പക്ഷേ ഒരാൾ അതിനകത്ത് ചെയർമാൻ ആയിരിക്കും. And the court shall inquire into the matter and submit its report to the government within a period of 6 months. ഈ കോർട്ട് ഈ കാര്യം ചിന്തിക്കും, എന്താണ് ഇവിടെ പ്രശ്നം എന്നത് മനസ്സിലാക്കി ആ ചെയർമാൻ തീരുമാനം എടുക്കും. ആ ഒരു ചിലപ്പോൾ 2 പേരുള്ള കമ്മിറ്റി ആണെങ്കിൽ അവർ 2 പേരും കൂടി തീരുമാനം എടുത്തിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ ഈ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് എത്തിക്കും. ദെൻ അനദർ മെഷർ എസ് ലേബർ കോഡ്. ലേബർ കോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ലേബർ കോർട്ടിൽ പോയാൽ മതി എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ ലേബർ കോഡ് എന്താണ്, നമ്മുടെ എംപ്ലോയീസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളതാണ് ലേബർ കോഡ്. സോ ദിസ് ഇസ് ഓൾസോ എ വേ ടു resolve the industrial dispute. The first thing is the propriety on the legality of an order passed by the employer under the standing orders. ലീഗാലിറ്റി, ഈ ഒരു ഓർഡർ എംപ്ലോയർ ആയിരിക്കും സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിനെതിരെ ഒരു ഓർഡർ ഉണ്ടാക്കുന്നു. ആൻഡ് ദ ആപ്ലിക്കേഷൻ ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ സ്റ്റാൻഡിംഗ് ഓർഡർ, ഈ ഒരു സ്റ്റാൻഡിംഗ് ഓർഡറിനെ പറ്റിയിട്ട് അത് അപ്ലൈ ചെയ്യുന്നുണ്ടാവും, കോർട്ടിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. And discharge or dismissal of workmen including reinstatement or grant or relief to workmen wrongly dismissed. ചിലപ്പോൾ ഒരു വർക്ക്മെനെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്, ഉറപ്പില്ലാത്തൊരു കാര്യങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്മിസൽ ചെയ്തു, ആ കാര്യങ്ങൾ നമുക്ക് ലേബർ കോഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വിഡ്രോവൽ ഓഫ് എനി കസ്റ്റമറി കൺസെഷൻ ഓർ പ്രിവിലേജ്. ഏതെങ്കിലും ഒരാൾക്ക് പല രീതിയിലുള്ള പ്രിവിലേജ് കിട്ടിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ, ഒരു ഹെൽത്ത് പ്രിവിലേജ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കസ്റ്റമറാണ്, ഒരു വർക്കറാണ്, പെട്ടെന്ന് നമ്മൾ ആ ഒരു കവറേജ് മാറ്റി ആ ഒരു പ്രിവിലേജ് എടുത്ത് മാറ്റുകയാണ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ലേബർ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇല്ലിഗാലിറ്റി ഓർ അതർവൈസ് ഓഫ് എ സ്ട്രൈക്ക് ഓർ ലോക്കൗട്ട്. ഒരു ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ലോക്കൗട്ട് സംഭവിക്കുന്നു, സ്ട്രൈക്ക് സംഭവിക്കുന്നു, അപ്പോഴും നമുക്ക് ലേബർ കോർട്ടിലേക്ക് എത്തിക്കാം. ദെൻ ഓൾ മാറ്റേഴ്സ് അതർ ദാൻ ദോസ് സ്പെസിഫൈഡ് ഇൻ ദ തേർഡ് ഷെഡ്യൂളിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ലേബർ കോർട്ടിൽ സോൾവ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അതല്ലാത്ത ബാക്കി എന്തും, ഈ പറഞ്ഞ എല്ലാ മാറ്റേഴ്സും നമുക്ക് ലേബർ കോർട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. ലൈക്ക് ഡിസ്മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോക്കൗട്ട്സ് വരുന്നു, പ്രിവിലേജ് കളയുന്നു, കൺസെഷൻ കളയുന്നു,
പിന്നെ ഒരു ഓർഡറിൻ്റെ ലീഗാലിറ്റി, ആരുടെ പേരിലാണ് ആ ലീഗാലിറ്റി വരുന്നത് എന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്, അതിൻ്റെ ആപ്ലിക്കേഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്, ഇൻ്റർപ്രിറ്റേഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്, ഇതെല്ലാം നമുക്ക് ലേബർ കോർട്ടിലേക്ക് എത്തിക്കാം. സോ ദിസ് ഇസ് അനദർ മെഷർ ഫോർ റിസോൾവിങ് ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. നെക്സ്റ്റ് വൺ ഇസ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ. ഇനിയുള്ള 2 ട്രിബ്യൂണൽസ് ആണ്. ദാറ്റ് ഇസ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ആസ് വെൽ ആസ് നാഷണൽ ട്രിബ്യൂണൽ. ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 person ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ്. ഒറ്റൊരു ആളെ ഉണ്ടാവുള്ളൂ, ഗവൺമെൻറ് ആയിരിക്കും ഇയാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അയാൾ മിക്കവാറും ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കും ഫോർ നോട്ട് ലെസ് ദാൻ 3 years. 3 yearsൽ കൂടുതൽ, ഒന്നെങ്കിൽ 3 years എങ്കിലും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിസ്ട്രിക്ട് ജഡ്ജായിട്ടിരുന്ന ആളോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിൻ്റെ ജഡ്ജോ ആയിരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിൻ്റെ മെയിൻ പേഴ്സൺ. ആൻഡ് ഹി വിൽ ബി ദ ഓൺലി പേഴ്സൺ. ഒറ്റൊരാളെ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇറ്റ് മേക്സ് ആൻ അവാർഡ് ആഫ്റ്റർ ഹിയറിംഗ് ദ parties to the dispute and award is binding on them. എന്നിട്ട് he will take a decision based on the hearing. 2 പാർട്ടീസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഹിയറിംഗ് എല്ലാം കഴിഞ്ഞ് പുള്ളിയായിരിക്കും ഡിസിഷൻ എടുക്കുക. ഇങ്ങനെ എടുക്കുന്ന ഡിസിഷൻ മെയിൻലി ഇങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുള്ള കുറച്ച് മാറ്റേഴ്സിലായിരിക്കും. ലൈക്ക് വേജസ് ഇൻക്ലൂഡിങ് ദ പീരീഡ് ആൻഡ് ദ മോഡ് ഓഫ് പേയ്മെൻറ്റ്. എങ്ങനെ ഇപ്പോൾ പേയ്മെൻറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും വേജസ് പേയ്മെൻറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വർക്കർമെൻറ്റുണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിന് പറ്റും. വേജസ്, അതുപോലെ എത്ര ടൈം പീരീഡിലേക്കാണ് വേജ് കൊടുക്കുന്നത്, ഏത് മോഡിലാണ് കൊടുക്കുന്നത്, ആ കാര്യങ്ങൾ. പിന്നെ കോമ്പൻസേറ്ററി ആൻഡ് അതർ അലവൻസ്. കോമ്പൻസേഷൻ അല്ലെങ്കിൽ അതർ അലവൻസസൊക്കെ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നെങ്കിൽ അതും നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിലേക്ക് അറിയിക്കാം. പിന്നെ അവേഴ്സ് ഓഫ് വർക്ക് ആൻഡ് റെസ്റ്റ് ഇൻ്റർവെൽസ്. നമുക്ക് ഒരു വർക്ക് മെന്നിന് അവേഴ്സ് ലിമിറ്റഡ് ഉണ്ട്. ഇത്ര അവേഴ്സ് ഒരാളെ കൊണ്ട് നമുക്ക് ജോലി എടുപ്പിക്കാൻ പാടുള്ളൂ. പക്ഷേ ചില ഓർഗനൈസേഷൻ കാണുന്നതെന്ന് വെച്ചാൽ 24 hours അവരെ വർക്കിംഗ് ആയിരിക്കും. സംടൈംസ് ദേ മേ നോട്ട് ബി ഇൻ ദ ഓർഗനൈസേഷൻ, ദേ വിൽ ബി ഇൻ ദ ഹൗസസ്. പക്ഷേ അവിടെ നിന്ന് അവർ വർക്ക് ചെയ്യേണ്ടി വരും. അതും ഒരു വർക്കാണ് അല്ലേ, അവരുടെ വർക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ വർക്ക് അവേഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് വരുന്നു, റെസ്റ്റ് ഇൻ്റർവെൽസ് കൊടുക്കുന്നില്ല. അപ്പം ചിലയിടത്ത് ലഞ്ച് ബ്രേക്ക് അതുപോലെയുള്ള ഇൻ്റർവെൽസ് എല്ലാം ആവശ്യമാണ് ഒരു വർക്കിനിടയിൽ. പക്ഷെ ചില ഓർഗനൈസേഷൻസ് ഒന്നും റെസ്റ്റ് അവേഴ്സ് കൊടുക്കാതെ ഇട്ട് പണിയെടുപ്പിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിലേക്ക് എത്തിക്കാം. ദ ലീവ് വിത്ത് വേജസ് ആൻഡ് ഹോളിഡേയ്സ്. ചില ലീവുകളുണ്ട്, നമുക്ക് പെയ്ഡ് ലീവ്സ് കിട്ടുന്നുണ്ടാവും, അതുപോലെ പെയ്ഡ് ഹോളിഡേയ്സും ഉണ്ടാവും, RH ഒക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഹോളിഡേ സർവീസ് അല്ലെങ്കിൽ ലീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസും നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിലേക്ക് എത്തിക്കാം. ദെൻ ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് ഗ്രാറ്റുവിറ്റി. പല രീതിയിലുള്ള വെൽഫെയർ മെഷേഴ്സാണിത്. പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ESI, ബോണസ്, പ്രോഫിറ്റ് ഷെയറിങ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, പ്രോഫിറ്റ് ഷെയറിങ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ബോണസ് കിട്ടിയിട്ടില്ല, ചില മന്തിലൊക്കെ നമുക്ക് ബോണസ് ഉണ്ടാവും, ആ ബോണസ് ഒന്നും കിട്ടുന്നില്ല, PF കറക്റ്റ്ലി കിട്ടുന്നില്ല, ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല. ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു എംപ്ലോയീസിന് ഗ്രാറ്റുവിറ്റി 5 or 10 years കിട്ടിക്കൊടുക്കണം. അങ്ങനെയുള്ള ഗ്രാറ്റുവിറ്റി സർവീസസ് ഇല്ല. ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിലേക്ക് എത്തിക്കാം. ദെൻ ഷിഫ്റ്റ് വർക്കിംഗ് അതർവൈസ് ദാൻ ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡിങ് ഓർഡർ. സ്റ്റാൻഡിങ് ഓർഡേഴ്സിൽ നമ്മൾ കുറച്ച് ഷിഫ്റ്റ് അവേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. ഇത്ര മണിക്കൂർ തൊട്ട് ഇത്ര മണിക്കൂർ വരെയാണ്, അല്ലെങ്കിൽ രാത്രി, നൈറ്റ് ഷിഫ്റ്റ്, ഡേ ഷിഫ്റ്റ്, അങ്ങനെ. പക്ഷേ അതിലെന്തെങ്കിലും ഈ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് പറഞ്ഞതിലും മാറ്റത്തിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ കാര്യങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം നമുക്ക് ഈ ട്രിബ്യൂണലിലേക്ക് എത്തിക്കാം, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിലേക്ക്. പിന്നെ ഗ്രേഡ്സ് ക്ലാസിഫിക്കേഷൻ. നമ്മളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന പല ഗ്രേഡ് ആൾക്കാരുണ്ടാവും, A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ്. ആ കാറ്റഗറിയിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ. ദെൻ റൂൾസ് ഓഫ് ഡിസിപ്ലിൻ, റേഷണലൈസേഷൻ, റിട്രെഞ്ച്മെൻറ്റ് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ക്ലോഷർ ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇത് കമ്പനി തന്നെ നിർത്തുന്നു, ക്ലോഷറാണ്. അല്ലെങ്കിൽ ഒരു വർക്ക്മെനെ നമ്മൾ പറഞ്ഞു വിടുന്നു, വർക്ക്മെനെ ചിലപ്പോൾ പറഞ്ഞു വിടും. അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിലേക്ക് എത്തിക്കാം. Then National Tribunal. National Tribunal means this is another body for resolving the industrial dispute, and this is constituted by the central government for the adjudication of industrial dispute involving questions of national importance. Industrial dispute നമ്മൾ കമ്പനി ബേസ് ചെയ്തിട്ട് വന്ന ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളാണ്. നാഷണൽ ട്രിബ്യൂണലിലേക്ക് ഉണ്ടാകുന്നത് ഈ നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് വരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ ഫ്ലാഗ് ഉയർത്തുന്ന എല്ലാ ഇൻഡസ്ട്രീസും ചെയ്യാറുണ്ട്. പക്ഷേ അത് ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു മാറ്റർ. അതിൻ്റെ മേലെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടായി, തിരിച്ച് നമ്മുടെ നാഷണൽ ഫ്ലാഗ് തിരിച്ച് കിട്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, അതൊരു നമ്മൾ നിന്നെയാണ് കാണിക്കുന്നത് നമ്മുടെ നേഷന്. അപ്പോൾ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം നമ്മൾ നാഷണൽ ട്രിബ്യൂണലിലേക്കായിരിക്കും എത്തിക്കുന്നത്. ദ നാഷണൽ ട്രിബ്യൂണൽ ഷാൽ കൺസിസ്റ്റ് ഓഫ് 1 person only to be appointed by the central government. ഒരാളെ ഉണ്ടാവുള്ളൂ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ പോലെ തന്നെ. ഹി വിൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഹി വിൽ ബി എ ജഡ്ജ് ഓഫ് ദ ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിലെ ജഡ്ജായിരിക്കാം. ഓർ ഹു ഹാസ് ഹെൽഡ് ദ ഓഫീസ് ഓഫ് ദ ചെയർമാൻ ഓർ മെമ്പർ ഓഫ് ലേബർ അപ്പീലേറ്റ് ട്രിബ്യൂണൽ. ദിസ് എലിജിബിൾ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ട്രിബ്യൂണൽ. ഈ ട്രിബ്യൂണലിൽ ഒന്നെങ്കിൽ ഹൈക്കോർട്ട് ജഡ്ജ്,
അല്ലെങ്കിൽ ലേബർ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ ചെയർമാനായിട്ട് വർക്ക് ചെയ്ത ഒരാളുമായിരിക്കാം. സോ ദീസ് ആർ ദ മേജർ measures taken to resolve the industrial dispute, like works committee, conciliation officers, board of conciliation, court of inquiry, labor court, industrial tribunal, and also national tribunal. Okay, so with this we can end this video. നമ്മൾ ഓൾമോസ്റ്റ് ഹാഫ് അവർ ആയിട്ടുണ്ട്. അപ്പം നമ്മളൊരു 4 questions ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ്, what are the major machineries for maintaining the good industrial relation? Legislative machinery and administrative machinery. ഈ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. Then how the employees organization play an important role? What are the measures taken? ഓക്കെ, അഡ്വൈസറി റോൾ, അതേപോലെ ഡേറ്റാ ബാങ്ക് സർവീസ്, കളക്റ്റീവ് ബാർഗെയിനിങ്, പബ്ലിക് ഇമേജ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ആ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ വെൽഫെയർ ആക്ടിവിറ്റീസ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് വെൽഫെയർ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത്. ആൻഡ് ഓൾസോ വാട്ട് ആർ ദ മെഷേഴ്സ് ടേക്കൻ ഔട്ട് ടു റിസോൾവ് ദി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. ഓക്കെ, സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ദിസ് ക്ലാസ്. സോ ദിസ് ഇസ് മൈ നമ്പർ. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഈ ഒരു ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ഇപ്പം ആ ക്വസ്റ്റ്യൻസിനൊന്നും ആൻസേഴ്സ് കിട്ടുന്നില്ല എങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ദാറ്റ് ഐ ക്യാൻ പ്രൊവൈഡ് ദ ആൻസേഴ്സ് ഫോർ ദ സെയിം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു ആൾ ഫോർ ലിസണിങ്. ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാൻ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ഓൾ ദ ബെസ്റ്റ്. ചിലപ്പോൾ എക്സാംസ് മാറ്റി വയ്ക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾ പഠിക്കുക and do well in the exams and all. Thank you all.